അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. സിംപ്ലി തസ്നി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ല ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്കും വീട്ടിൽ രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുമാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വിഭവം. നല്ല സുഗന്ധവും മനോഹരവുമായ നിറവും ഓരോ അരിമണിയിലും നിറഞ്ഞു നിൽക്കുന്ന രുചിയും കൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കുന്ന ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ സമയം കളയാതെ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇത് വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. ഒരു 20-25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഇതൊരു ബിരിയാണി മാത്രമല്ല, വളരെ സ്വാദിഷ്ടമായ നല്ല രുചിയിലുള്ള ഒരു ബിരിയാണിയാണ്. ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 4 ടിപ്സ്, എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു 4 ടിപ്സ് കൂടി ഞാൻ നിങ്ങൾക്കിതിൽ പറഞ്ഞു തരാം. ഒരു ബിരിയാണി എങ്ങനെ വളരെ സ്വാദിഷ്ടമാക്കാം എന്നുള്ളത്. ആദ്യം ഞാൻ നെയ്ച്ചോറാണ്, ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിലും നെയ്യും ചേർക്കുക. അത് ചൂടായതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നീളത്തിൽ കനം കുറച്ചരിഞ്ഞ സവോള ഇട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം ഒരു തക്കാളിയും ഇട്ട് നന്നായി, കരിയാപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ആ അരി കുറച്ച് നേരം നന്നായി ഒന്ന് ആ നെയ്യിലും സവോളയിലും എല്ലാം ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ അളന്ന് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നന്നായി അടച്ച് മൂടി വെക്കുക. അതിനുശേഷം നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് ചിക്കൻ മസാല റെഡിയാക്കാനുള്ള കാര്യം നോക്കാം. അതിനായി ഞാനൊരു ചെറിയ പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ ഇതിനു മുമ്പ് സവോള വറുത്ത് വെച്ചിരുന്ന ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി അതിന് ചേരുന്ന മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ ബിരിയാണി മസാല ഇതെല്ലാം ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് അല്പം തൈര് കൂടി ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി ഇതെല്ലാം നന്നായി യോജിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു അല്പം വലിയ പീസുകളായി മുറിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ചിക്കനും ചേർത്ത് ഇവയെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ആ മസാലക്കൂട്ടിലിട്ട് നന്നായി ഇളക്കണം. അതിനുശേഷം അതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം ഇതിൽ ചിക്കൻ ആഡ് ചെയ്തിട്ടില്ല. അത് മസാലയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാനിതിൽ ചിക്കൻ ആഡ് ചെയ്യുന്നത്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം മസാലയെല്ലാം ചിക്കനിൽ നന്നായി പിടിക്കുന്നത് വരെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ അല്പം നേരം ചിക്കൻ കഴുകി നന്നായി വെള്ളം തോരാനായി മാറ്റി വെച്ചിരുന്നു. കാരണം ചിക്കനിൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലയിലേക്ക് ഇടുമ്പോൾ ആ ചിക്കനിലെ വെള്ളവും കൂടെ ഇറങ്ങി ഓവറായിട്ട് വെള്ളമായി പോകും. അപ്പം നമ്മൾ പിന്നീട് അത് ചോറ് ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടി വളരെ വെള്ളം പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ചിക്കൻ കുറേ നേരം മാറ്റി വെച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തത്. ചിക്കൻ ആഡ് ചെയ്തതിനു ശേഷം വെള്ളം ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം ഒരു അര ഗ്ലാസ് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആ ചിക്കൻ വേകുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി അല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് ചിക്കനും ഈ മസാലയും എല്ലാം നന്നായി യോജിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അല്പം രുചി കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ഒരു ശകലം വറുത്ത് മാറ്റി വെച്ചിരുന്ന സവോള കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഗീ റൈസ് അത് നന്നായി വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ അതൊന്ന് ചൂടോടെ ഇളക്കി അരി ഒന്നിൽ നിന്ന് ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് നന്നായി ഇളക്കി ചോറ് ഒന്നൊന്നിൽ തൊടാതെ വേർതിരിച്ച് മാറ്റി വെച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ എനിക്ക് ദമ്മിടാനായിട്ട് തികയില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ചോറിനെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് ആ പാത്രത്തിലാണ് ദമ്മിടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മസാലയെല്ലാം ആ പാത്രത്തിലേക്ക് നന്നായി ഇട്ടുകൊടുത്ത് നന്നായി നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്.
അതിനുശേഷം എല്ലാ മസാലയും നന്നായി നിരത്തി ഇട്ടതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് ഇട്ട് കൊടുത്ത് റൈസ് എല്ലാം നന്നായി നിരത്തി യോജിപ്പിച്ച്, എൻ്റെ റൈസ് ഒന്നിൽ തൊടാതെ നന്നായിട്ട് കിടക്കുന്നുണ്ട്, ഒട്ടും ഒട്ടിയിട്ടില്ല, എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് റൈസൊക്കെ. ഞാൻ ആ റൈസെല്ലാം നന്നായി ചെമ്പിലേക്ക് ഇട്ട് കൊടുത്ത് മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അല്പം മല്ലിയില കൂടി ചേർത്ത് നന്നായി ഡെക്കറേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിതിൽ പ്രത്യേകതരമായി കളറുകളൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അല്പം പാലിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി കലക്കി അത് ആ ചോറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നമ്മൾ ഈ പാലും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും, ഒരു പ്രത്യേക തരം മണവും കിട്ടും. പിന്നെ നിങ്ങൾ ഈ പ്രക്രിയ നിങ്ങൾ ഒരു ബിരിയാണിയിലും കണ്ടു കാണില്ല. ഞാൻ എല്ലാ മസാലയും ഇടാതെ അല്പം മസാല എടുത്ത് മാറ്റി വെച്ചിരുന്നു. അവസാനം ഞാൻ ആ ചോറിൻ്റെ മുകളിലേക്ക് ആ മസാല കൂടി ഇട്ട് കൊടുത്ത് ദമ്മിനായിട്ട് വെക്കുകയാണ്. ദമ്മ് വയ്ക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതൊന്ന് ചൂടായതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ബിരിയാണിയുടെ പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്തു വെച്ചു. അങ്ങനെ എൻ്റെ ബിരിയാണി റെഡിയായി. ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ, ഒരു 20-25 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അത്ര സിമ്പിളാണ്. അങ്ങനെ സിമ്പിളാണെന്ന് കരുതി ആരും വിചാരിക്കേണ്ട. അത്രയേറെ സോഫ്റ്റും അത്രയേറെ രുചികരവുമാണ് ഈ ബിരിയാണി. ആർക്കും എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു, 1 മണിക്കൂർ മുമ്പ് അവർ നമ്മളോട് പറയുകയാണ് ഞങ്ങൾ ഗസ്റ്റ് വരുവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കി നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാം. അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ആദ്യമായി ഉണ്ടാക്കാൻ പഠിക്കുന്നവർക്ക് പോലും ഇത് വളരെ ഈസിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ റെസിപ്പി ലൈക്ക് ചെയ്യുക. ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ഈ റെസിപ്പിക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അത്രയേറെ സിമ്പിളാണ് ഈ റെസിപ്പി. ഇതിൽ നമ്മൾ ഒരുപാട് ഓയിലോ നെയ്യോ നമ്മൾ അങ്ങനെ ഒന്നുമേ ചേർക്കുന്നില്ല. നമ്മളിത് ചിക്കൻ വറുത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്. അല്പം പപ്പടവും കച്ചമ്പറവും ഒരു ശകലം അച്ചാറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് നിറച്ച് നിങ്ങൾക്കിത് കഴിക്കാം. അത്ര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യണം. അപ്പം വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ടാറ്റാ.